വളരെ സുഖകരമായ ഒരു തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വലിയ തോതിലുള്ള തീർത്ഥാടക പ്രവാഹം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ബുക്കിംഗ് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ ശ്രീജിത്ത് പറയുമ്പോൾ ആദ്യ ദിനങ്ങളിൽ 16-ാം തീയതി 14,000-ഓളം ആളാണ് മുൻവർഷങ്ങളിൽ ബുക്ക് ചെയ്തിരുന്നതെങ്കിൽ ഇത്തവണ 70,000-ന് മുകളിൽ ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് മന്ത്രി വി എൻ വാസവൻ നമുക്കിപ്പോൾ ചേരുകയാണ്. ഇന്നലെ പമ്പയിലും ഇന്ന് സന്നിധാനത്തും 2 ദിവസവും മന്ത്രി ഇവിടെ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. മിനിസ്റ്ററെ, ഇന്നലെ പമ്പയിലെത്തി പമ്പയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മിനിസ്റ്റർ തന്നെ ഓരോ സ്ഥലങ്ങളിലും നേരിട്ടെത്തി കണ്ടു മനസ്സിലാക്കി. സന്നിധാനത്താണെങ്കിലും ഇങ്ങനെ വിലയിരുത്തി. ഈ 2 ദിവസം ഈ സന്നിധാനത്തും പമ്പയിലും തുടരുമ്പോൾ ഇവിടുത്തെ ക്രമീകരണങ്ങൾ എത്രത്തോളമാണ്? മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷവും വിപുലവും വിശാലവുമായ കാഴ്ചപ്പാടോടെയുള്ള തയ്യാറെടുപ്പുകൾ കാലേകൂട്ടി ഞങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായി മുമ്പ് പമ്പയിൽ ഇല്ലാതിരുന്നൊരു സൗകര്യം ഉണ്ടാക്കിയത് ജർമ്മൻ പന്തലുണ്ടാക്കി 3000-ഓളം തീർത്ഥാടകർക്ക് ഒരേ സമയം വിരിവയ്ക്കാനുള്ള സൗകര്യം ഒരുക്കി എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത് 5000-ൽ പരം തീർത്ഥാടകർക്ക് മഴ നനയാതെയും വെയിൽ കൊള്ളാതെ നിൽക്കാൻ കഴിയുന്ന പന്തൽ സൗകര്യം പമ്പയിൽ ഒരുക്കി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, പമ്പയിൽ വന്നെത്തിച്ചേരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചോളം ഏതെങ്കിലും തരത്തിലുള്ള ആപത്തുണ്ടായാൽ അവരെല്ലാം പരിചരിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഗവൺമെൻറ് ആശുപത്രി പ്രവർത്തിക്കുന്നു. അതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഡോക്ടർമാരുടെ ഡെലിഗേഷൻ പ്രത്യേക ആശുപത്രിയായി ഗവൺമെൻറ് ആശുപത്രിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. മറ്റൊന്ന്, അവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റ് ഹൗസ് എല്ലാം നവീകരിച്ച് തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കൂടാതെ പാർക്കിംഗ് സൗകര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെറുവാഹനങ്ങൾക്ക് നിലയ്ക്കൽ നിന്ന് പമ്പയിൽ വരെ വരാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. KSRTC ലോങ് സർവീസ് എല്ലാം പമ്പയിൽ വന്നേ അവസാനിക്കൂ എന്ന രൂപത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. അവിടെ എത്തിച്ചേരുന്ന എല്ലാ തീർത്ഥാടകർക്കും ദാഹജലവും അതോടൊപ്പം ലഘുഭക്ഷണവും വിതരണം ചെയ്യാനുള്ള സൗകര്യവും പമ്പയിൽ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് സന്നിധാനത്തിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നമുക്ക് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളിൽ സ്റ്റീൽ കസേര നമ്മൾ കൃത്യമായി ഈ പ്രാവശ്യം ഫിറ്റ് ചെയ്ത് ഭക്തന്മാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്നു. സന്നിധാനത്തിൽ നമ്മൾ മുമ്പില്ലാതിരുന്നതിനേക്കാൾ കൂടുതൽ വിരിവയ്ക്കാനുള്ള സൗകര്യം അത് റൂഫിങ്ങോടുകൂടി പഴയ ചില കെട്ടിടങ്ങൾ ഉൾപ്പെടെ ക്രമീകരിച്ചെടുത്തിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം മഴ നനഞ്ഞും വെയിൽ കൊണ്ട് നിന്നിരുന്ന ആ പ്രദേശം കൂടി റൂഫിംഗ് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സന്നിധാനത്തിലെത്തി ക്യൂ നിൽക്കുന്ന ഭക്തന്മാർക്ക് കാലതാമസം വന്നാൽ അവർക്ക് ലഘുഭക്ഷണം വിതരണം ചെയ്യാൻ കിയോസ്കുകളടക്കം സംവിധാനം ചെയ്ത് അവർക്ക് ചുക്ക് കാപ്പിയും ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ കൊടുക്കുന്ന സഹായങ്ങൾ അവിടെ ഉറപ്പാക്കി കഴിഞ്ഞു. അത് ഇന്നലെ വളരെ നല്ല രൂപത്തിൽ ആ പ്രവർത്തനങ്ങൾ വിജയകരമായി ഞങ്ങൾ നോക്കിക്കാണുകയുണ്ടായി. സന്നിധാനത്തും ആരോഗ്യപരിപാലന രംഗത്ത് ഗവൺമെൻറ്റിൻ്റെ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ സഹായത്തിനെത്തിയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെയും സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇതുകൂടാതെ വിശുദ്ധി എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് കരാറുണ്ടാക്കി ശുചീകരണ പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. പാർക്കിംഗ് സൗകര്യവുമായി ബന്ധപ്പെട്ട് നിലയ്ക്കലിൽ മുമ്പ് 8,000 പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ 2,500 കൂടി ഇപ്പോൾ നമുക്ക് പാർക്കിംഗ് സൗകര്യം 10,000-ന് മുകളിലായി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, നിലയ്ക്കലും 17,000-ഓളം സ്ക്വയർ ഫീറ്റുള്ള ഒരു ജർമ്മൻ പന്തൽ അവിടെ പുതിയതായി നിർമ്മിച്ച് ഇപ്പോൾ 2,600 പേർക്ക് അവിടെ വിരിവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. എരുമേലിയിൽ ഏതാണ്ട് ഭവന നിർമ്മാണ ബോർഡിൻ്റെ 6 ഏക്കർ സ്ഥലം അവർ സൗകര്യപ്പെടുത്തി തന്നതിനെ തുടർന്ന് അവിടെയും പാർക്കിങ്ങിനുള്ള സൗകര്യം വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നു. കാനനപാതയിൽ കൂടി കടന്നു വരുന്ന ആളുകൾക്ക് 132ഓളം കേന്ദ്രങ്ങളിൽ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും അവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം ഉറപ്പാക്കി ആ ക്രമീകരണം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതുകൂടാതെ കഴിഞ്ഞ വർഷങ്ങളിലും ചില വർഷങ്ങളിലൊക്കെ കാനനപാതയിൽ കൂടി കടന്നു വരുന്നവർക്ക് പാമ്പ് കടിയേക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ നേരിടാൻ വേണ്ടി സ്നേക്ക് കാച്ചേഴ്സിനെ ഇപ്പോൾ പ്രധാനമായും വനം വകുപ്പ് ഓരോ സ്ഥലത്തും വിന്യസിച്ചതിന് പുറമേ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും അത്തരം അപായം ഉണ്ടായാൽ അവർക്ക് പെട്ടെന്ന് ചികിത്സ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ആൻറ്റി സ്നേക്ക് വെനം കരുതിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളിലെല്ലാം, ഈ ആശുപത്രിയിലെല്ലാം. അപ്പോൾ ഏറ്റവും ഭംഗിയായി ഫലപ്രദമായ രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ നിർവഹിച്ച് സന്നിധാനത്തിൽ എത്തിച്ചേരുന്ന ഓരോ ഭക്തനും ഇൻഷുറൻസ് കവറേജ് ഉറപ്പെടുത്തി ദേവസ്വം ബോർഡ് പ്രീമിയം പൂർണ്ണമായി അടച്ചു 5 ലക്ഷം രൂപയുടെ പരിധിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേറ്റവും പ്രയോജനകരമായ രൂപത്തിൽ അയ്യപ്പന്മാർക്ക് നാളുകളിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ തയ്യാറെടുപ്പുകൾ വിപുലവും വിശാലമായ രൂപത്തിൽ ഇടത്താവളങ്ങളെല്ലാം നേരത്തെ ഞങ്ങൾ മീറ്റിംഗ് കൂടിയിരുന്നു. അവിടുത്തെ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരിച്ചു പോകുന്ന അയ്യപ്പന്മാർക്ക് പ്രത്യേകിച്ച് വഴിയിടങ്ങളിൽ കഫേ ഏർപ്പെടുത്തി ചുക്ക് കാപ്പിയും മറ്റ് ലഘുഭക്ഷണങ്ങളും കൊടുക്കാൻ, കാരണം ഇവർ ഉറങ്ങിപ്പോയി വരുമ്പോഴാണ് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുക. അതുപോലും സംഭവിക്കാതിരിക്കാനുള്ള കാലേകൂട്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ പോലീസ് ഏതാണ്ട് 13,500ഓളം പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. സേവന സന്നദ്ധതയുടെ മുൻ പരിചയമുള്ള ഉന്നതന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയാണ് ഇവിടെ ഇപ്പോൾ ചാർജ് എടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ളത്. ഫോറസ്റ്റിൽ നിന്ന് നല്ല രൂപത്തിലുള്ള സഹകരണവും അവരുടെ നല്ല ടീമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫയർഫോഴ്സ്
മുമ്പില്ലാത്ത രൂപത്തിൽ നല്ല ട്രെയിൻഡ് ഫോഴ്സിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ അപകടങ്ങളോ ദുരന്തങ്ങളോ ഉണ്ടായാൽ ആ സമയത്ത് ഓടിയെത്തിയവരെല്ലാം സംരക്ഷിക്കാനും സഹായിക്കാനും കഴിയുന്ന ട്രെയിൻഡ് ഫോഴ്സാണ് ഫയർഫോഴ്സ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വാട്ടർ അതോറിറ്റി എല്ലാ സ്ഥലത്തും വെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊതുമരാമത്ത് എല്ലാ റോഡുകളും നേരത്തെ തന്നെ നമുക്ക് സഞ്ചാരയോഗ്യമായ പാതയാക്കി തന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ശബരിമലയിലേക്ക് എത്തുന്ന ഒരു തീർത്ഥാടകന് ഒരു വിഷമോ പ്രയാസമോ കൂടാതെ ഉയർന്ന ഒരു ആതിഥേയ സംസ്കാരം ഇവിടെ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ എല്ലാവരെയും സ്വീകരിക്കാനുള്ള സൗകര്യവും സന്നിധാനത്തിലും പമ്പയിലും നിലയ്ക്കലും എല്ലാം ഇപ്പം നമ്മൾ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. ഒപ്പം കിഴക്കുനിന്ന് വരുന്ന കുമളിയിൽ നിന്ന് വരുന്നവർക്ക് അവിടെ ഒരു പ്രത്യേക പാർക്കിംഗ് സംവിധാനം ഇപ്പോൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് വനം വകുപ്പിൻ്റെ സഹായത്തോടു കൂടി. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്കിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ദർശനം ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ 70,000-ഓളം വെർച്വൽ ക്യൂ ആണ് നമ്മൾ നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. അത് ഏതാണ്ട് എല്ലാ ദിവസവും വരുന്ന രൂപത്തിലാണ് ഇപ്പോൾ ക്യൂ സിസ്റ്റം കാണുന്നത്. അതിന് പുറമെ ഏതെങ്കിലും ഒരു തീർത്ഥാടകൻ മാലയിട്ട് ഇരുമുടിക്കെട്ടുമായി വന്നാൽ അവർക്ക് ദർശനം ഉറപ്പാക്കുന്നതിന് വേണ്ടി താൽക്കാലിക ബുക്കിംഗ് സംവിധാനവും ഉറപ്പാക്കിയിട്ടുണ്ട്. അത് ഇന്നലെ 2000-ൽ പരം ബുക്കിംഗ് ഇന്നലെ തന്നെ അത്തരത്തിലുള്ളത് വന്നു കഴിഞ്ഞു. അവർക്കെല്ലാം ദർശനം ഇന്നലെ ഉറപ്പാക്കുകയും ചെയ്തു. ഇന്നലെ വന്നിട്ടുള്ള എല്ലാ ഭക്തന്മാരുമായി ഞങ്ങൾ വൈകിട്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പൂർണ്ണ സംതൃപ്തിയോടെയാണ് ഈ പ്രാവശ്യത്തെ മുന്നൊരുക്കങ്ങളെ അവരും കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയും അനുഭവിച്ചും ആസ്വദിച്ചറിഞ്ഞത് എന്ന രൂപത്തിലാണ് അവരുടെ പ്രതികരണം വന്നത്. പിന്നീട് ഞങ്ങൾ മേൽശാന്തിമാരെയും അതുപോലെ തന്നെ തന്ത്രിമാരെയും എല്ലാം കണ്ടിരുന്നു. അവർക്കെല്ലാം ഈ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല രൂപത്തിൽ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഈ പ്രാവശ്യം നല്ല കോർഡിനേഷനോട് തയ്യാറെടുത്തതിനെ സംബന്ധിച്ച് നല്ല അഭിപ്രായങ്ങൾ അവരെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങളിത് രാത്രി അവരെല്ലാമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ പൊതുവിൽ ഇന്ന് വരുന്ന ഭക്തന്മാരുടെ കൂടെ അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ ഈ കാര്യം മീഡിയയോട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള പരിപാടിയും പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം മിനിസ്റ്റർ തന്നെ പമ്പയിലും സന്നിധാനത്തും കേന്ദ്രീകരിച്ചു. ഈ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക എന്ന ധാരണയോടുകൂടി അടിസ്ഥാനത്തിലാണോ ഈ 2 ദിവസം ഇവിടെ തങ്ങിയത്? അത് തന്നെ ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഗവൺമെൻറ് എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ എല്ലാം ചെയ്യാനും ഒപ്പം ദേവസ്വം ബോർഡ് എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് കൃത്യമായി മനസ്സിലാക്കാനും അതെല്ലാം കോർഡിനേറ്റ് ചെയ്യാനും ഗവൺമെൻറ് ഭാഗത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്വ ബോധമാണ് 2 ദിവസം ഇവിടെ ക്യാമ്പ്. ഇതിനു മുമ്പ് തന്നെ സന്നിധാനത്തിൽ നേരത്തെ തന്നെ ഞാൻ ഇവിടെ എത്തി പമ്പയിലും സന്നിധാനത്തിലും വെച്ച് മീറ്റിങ്ങുകൾ നടത്തി കാലേകൂട്ടി മുന്നൊരുക്കങ്ങളുടെ ഭാഗവും വിലയിരുത്തുകയുണ്ടായി. അങ്ങനെ ജൂലൈ മാസം തൊട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ഇടത്താവളങ്ങളിൽ നേരിട്ട് പോയി മീറ്റിങ്ങുകൾ കൂടിയും അതുകൂടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 2 കേന്ദ്രീകരിച്ച മീറ്റിങ്ങും അതുകൂടാതെ 4 മീറ്റിംഗ് ഞങ്ങൾ തന്നെ നേരിട്ട് പങ്കെടുത്ത് ദർബാർ ഹാളിലും പമ്പയിലും കളക്ട്രേറ്റും എല്ലാം കൂടിയും നല്ല രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയതൊക്കെ തന്നെ എത്രത്തോളം പൂർണ്ണതയിലെത്തിയെന്നും കൂടി പരിശോധിക്കുന്ന ചുമതലയായിരുന്നു ഇന്നലെ ഇന്നുമായി ശബരിമല കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാം സംതൃപ്തിയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നലെ ADGPയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് 1 മിനിറ്റിൽ 85 പേരെ ഇന്നലെ നെട്ടാമ്പടി കയറ്റാൻ കഴിഞ്ഞു. അതുകൊണ്ട് 90,000 വന്നാലും നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് പോലീസ് പുലർത്തുന്നത്. അപ്പോൾ പോലീസ് വളരെ സജ്ജമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. മന്ത്രിക്ക് എന്താണ് തോന്നുന്നത്? മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുമ്പ് 65-70 വരെയായിരുന്നു 1 മിനിറ്റിൽ ഭക്തന്മാർ 18-ാം പടി കയറിയിരുന്നെങ്കിൽ ഇന്നലത്തെ അനുഭവം 82-85 വരെ 1 മിനിറ്റിൽ കയറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമുക്ക് ശരാശരി 80 പേര് കയറുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചാൽ തന്നെ നമ്മൾ ഈ കണക്ക് കൂട്ടിക്കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കൊരു ദിവസം 80,000-ന് മുകളിൽ ആളുകളെ കയറ്റാൻ കഴിയുന്ന ദർശനം നടത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പോലീസിൻ്റെ നല്ല ത്യാഗപൂർണമായ സേവനം അതിനകത്ത് അനിവാര്യമാണ്. ഓരോ 15 മിനിറ്റിനെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി അവിടെ വിന്യസിച്ചാണ് 18-ാം പടിയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് കയറ്റിവിടുന്നത്. അവരുടെ ആ പ്രവർത്തനം എത്ര മഹത്തരമാണെന്ന് കണ്ടെങ്കിലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അവരും നല്ല ജാഗ്രതയോടെയും തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെയും ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് പോലീസ് നിൽക്കുന്നത്. ഇന്നലെ അവരുടെ നല്ല സേവനമാണ് നമുക്കെല്ലാം കാണാൻ കഴിഞ്ഞത്. തുടർന്നും അതുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആ സേവനം കൊണ്ട് തന്നെയാണ് സർക്കാർ ഉറപ്പിച്ച് പറയുന്നത് ഒരു തീർത്ഥാടകനും ദർശനം കിട്ടാതെ മടങ്ങിപ്പോവേണ്ടി വരില്ല എന്ന് പറയുന്നത്, അല്ലേ? അത് സർക്കാർ നയമാണ്. സർക്കാർ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൃത്യമായി അവിടെ എത്തിച്ചേരുന്ന ഒരു ഭക്തനും ദർശനം കൂടാതെ തിരികെ പോകാൻ അവസരം ഉണ്ടാക്കില്ല. എല്ലാവർക്കും ദർശനം ഉറപ്പാക്കിയിരിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അത് ഞങ്ങൾ അക്ഷരം പ്രതി നടപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ട് ഇവിടെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. തീർത്ഥാടകർക്ക് സുഖകരമായ ദർശനം നടത്താൻ വേണ്ടിയുള്ള വിപുലമായ ക്രമീകരണങ്ങൾ. മന്ത്രി പറഞ്ഞതുപോലെ തന്നെ പമ്പയിലേക്ക് തീർത്ഥാടകൻ എത്തുമ്പോൾ ആദ്യം കാണുന്നത് ജർമ്മൻ മാതൃകയിലുള്ള 20,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ജർമ്മൻ പന്തലാണ്. അവിടെ 3,000-ഓളം തീർത്ഥാടകർക്ക് മുൻപ് ഈ പമ്പ മണപ്പുറത്തൊരു മരം പോലും
ഇല്ലായിരുന്നു. കാരണം വെയിലേറ്റാണ് പലപ്പോഴും തീർത്ഥാടകർ അവിടെ നിൽക്കേണ്ടി വന്നത്. മഴക്കാലത്ത് മഴ നനയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ തീർത്ഥാടന കാലത്ത് അവിടെ സുഖകരമായ രീതിയിൽ അവർക്ക് വിരിവെച്ച് പമ്പയിൽ സ്നാനം നടത്തി ദർശനം നടത്താൻ വേണ്ടിയുള്ള ക്രമീകരണം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ 85ഓളം തീർത്ഥാടകർ 18-ാം പടിയിലൂടെ കയറുന്നു എന്ന് പറയുമ്പോൾ 90,000-നടുത്ത് ആളുകൾ എത്തിയാൽ പോലും അവർക്ക് ദർശനത്തിന് വേണ്ടിയുള്ള സുഖകരമായ സൗകര്യം ഒരുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൂടി സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദർശനം കിട്ടാതെ ആരും മലയിറങ്ങേണ്ടി വരികയില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ മന്ത്രി പറയുന്നത്.